ഒരു 3 ഏക്കറിലേക്ക് വന്നിക്കാണ് ഞാൻ. ഇത് മണ്ണ് റോഡ് കുറച്ച് ഭാഗമാണ് കേട്ടോ. ഇനി ഇവിടെ നിന്നാണ് കയറുമ്പോൾ പിന്നെ നമുക്ക് കോൺക്രീറ്റ് റോഡാണ്. ബസ് റൂട്ടിൽ നിന്ന് മാക്സിമം ഒരു കഷ്ടി ഒരു 3/4 കിലോമീറ്റർ. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ നിറയെ വീടുകൾ കണ്ടോ, ഇതിനൊക്കെ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം ഈ സാധനം. ഓക്കെ, കണ്ടോ 3 ഏക്കറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ. ഇവിടെ ഒരു ലേശം ചളിയുണ്ട്, അത് കാരണം ഞാൻ മഴക്കാലമല്ലേ, അത് കാരണം വണ്ടി അവിടെ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ വണ്ടി മറ്റേ വളപ്പിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും. അത്യാവശ്യം വീതിയുള്ള റോഡാണ്. ഇത് പ്ലോട്ടടിക്കാനും വാങ്ങിച്ചാൽ പറ്റും, അങ്ങനത്തെ സ്ഥലമാണ് കേട്ടോ. നല്ല വെള്ളമുള്ള പറമ്പാണ്, വെള്ളം നല്ല കിട്ടുന്ന പറമ്പാണ്. ഈ പുറത്തൊക്കെ നല്ല റബ്ബർ എസ്റ്റേറ്റുകളാണ്. ഓക്കെ, ഇതിൽ അത്യാവശ്യം തെങ്ങുകളൊക്കെ ഉള്ള പൊന്ത മുടിക്കാണ്. ഈ ഭാഗം ഒരുപാട് വീതി ഉണ്ട് കേട്ടോ. പക്ഷെ പൊന്ത കാരണമാണ് ഇത് നമുക്ക് വീതി തോന്നാത്തത്. ഇതാണ്ടോ, ഇതാണ് സാധനം. ഇത് സംഭവം 3 ഏക്കറാണ്. തെങ്ങുണ്ട്, കുറേ തെങ്ങുകളുണ്ട്. നോട്ടല്ല, നിരന്ന ഭൂമിയാണ് കേട്ടോ. പൊന്ത കെട്ടിയിരിക്കുകയാണെന്ന് മാത്രം. കൈലിയാടിൻ്റെ പരിസരത്താണിത്, പാലക്കാട് ജില്ല കേട്ടോ. നിരപ്പുള്ള ഭൂമിയാണ്, ഫുള്ള് നിരപ്പുള്ള ഭൂമിയാണ് കേട്ടോ. നിങ്ങൾക്കൊരു വൃത്തി തോന്നാത്തത് നിറയെ പൊന്തുള്ള കാരണമാണ്. വെള്ളം കിട്ടുന്നൊരു കിണർ, നല്ലൊരു കിണർ തരുന്നുണ്ട് അല്ലേ. ക്രമേണ മുറിച്ചു കൊടുക്കാന്നാ പറയുന്നത്. വീടുകളുടെ അടുത്ത് കൂടെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. തെങ്ങൊക്കെ നോട്ടുണ്ട് വെച്ചാൽ നല്ല കായ ഉണ്ടാവും. ഉണ്ടോ, അടിപൊളി കായാണ് കണ്ടോ. നോട്ടല്ലാതെ തന്നെയാണ് ഈ അവസ്ഥ. കണ്ടോ, തെങ്ങൊക്കെ നല്ല കായ കേട്ടോ, നോട്ടല്ലാതെ കണ്ടോ. ഈ പൊന്തയിലൊക്കെ തേങ്ങ വീണ് കിടക്കണ്ടേ, വന്ന് നോക്കാനിട്ടേ. ഇതാണ് തോട്ടം കേട്ടോ. വഴി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതാണ് മണ്ണ് റോഡ്. ഈ മണ്ണ് റോഡ് കുറച്ച് ഭാഗമേ ഉള്ളൂ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചളി ഇതൊക്കെ ആയിട്ട് ക്ലിയറായി ഉണങ്ങി വന്നിട്ടാണ്. ഇത് കുറച്ച് ഭാഗം മെറ്റലിട്ട് അടിപൊളിയായി. എന്താണെന്നറിയാം, ഇതിൻ്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ലെവൽ ഇട്ടുള്ളൂ വെച്ചിട്ടാണ് ഈ വഴി കാണിച്ചു തരുന്നത് കേട്ടോ. അല്ലാതെ ഒന്നും വിചാരിക്കണ്ട. ഇതിൻ്റെ പരിസരത്തൊക്കെ ഇപ്പോൾ ഇനി കണ്ടോ, ഇതൊക്കെ വീടുകൾ പുതിയത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് 3 റോഡുണ്ടെന്നാണ് പറയുന്നത് നമ്മളെ കൂട്ടുകാരൻ. കണ്ടോ, ഇത് അവിടെയൊക്കെ വീടുകൾ പുതിയത് ഇതിങ്ങനെ കയറി വന്നത് അവിടെയൊക്കെ വീടുകളായി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുണ്ടോ, ഇവിടെയൊക്കെ വീടുകളായി. ഞാൻ മെല്ലെ പോണത് പറഞ്ഞാൽ നിങ്ങൾക്ക് വഴി നേരെ കണ്ടോട്ടെ വെച്ചിട്ടാണ്. കണ്ടോ, ഇതിനൊക്കെ വീടുകളാണ്.
ഇത് ടാർട്ടർ റോഡാട്ടോ. മണ്ണ് റോഡ് കുറച്ച് ഭാഗം കഴിഞ്ഞു. ഇതൊക്കെ ടാർട്ടർ റോഡാണ്. കണ്ടോ ഇവിടെയൊക്കെ വീടുകള്, ഇതൊക്കെ കിടിലം വീടുകളാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടോ ഇതിപ്പോ പുതിയ വീട് കയറുകയാണ്. ഇത് എടുക്കുന്ന ആൾക്ക് വാണിച്ചാല് വീടുകൾ ഇങ്ങനെ വന്ന അവസ്ഥക്ക് നമുക്ക് വീടുകൾക്ക് ഒരു 10 സെന്റ് 5 സെന്റ് വെച്ചിട്ട് മുറിച്ചു കൊടുത്താലും നല്ലൊരു മര്യാദ കാശ് കുട്ടിച്ചാക്കിൽ കൊടുന്നിട്ട് കൊണ്ടുപോകാം. അങ്ങനത്തെ സ്ഥലമാണത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല. ഇതാണ്ടോ സെറ്റപ്പുള്ള സ്ഥലമാണ്. നിരന്ന ഭൂമിയാണ്. വേറെ JCB ഉണ്ടെന്നൊരു പണി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. റോഡൊക്കെ ഇനിയിപ്പോ റെഡിയാവും. അതെ മെയിൻ റോഡിൽ നിന്ന് അതാണ്ടോ ഇതൊക്കെ വീടുകളാണ്. ഈ പുറത്തുള്ള വീടുകളാണ്. ബാക്കിയുള്ള കുറച്ച് ഭൂമികൾ അവിടെ കിടക്കുന്നുണ്ട്, കിട്ടാത്ത ഭൂമികളാണ്. അത് കാരണം കൊണ്ട് നമ്മളെ പ്ലോട്ട് നമ്മളെ സൈറ്റ് എങ്ങനെയാണെങ്കിൽ നമുക്ക് മുറിച്ചു കൊടുക്കാം. അതിന് പറ്റിയ സൈറ്റാണ്. ബസ് റൂട്ടാണ്. സെറ്റപ്പാണ്. ഇത്ര ദൂരേ ഉള്ളൂ നമ്മുടെ സൈറ്റിലേക്ക്. ഇത് നടുവില് വരുന്ന ബസ് റൂട്ടാണ്.